ഇതുമൂന്ന് ഇന്നും കൂടെ ഉള്ളൂ പരീക്ഷ കേട്ടോ. ലാസ്റ്റ് എക്സാമാണ്. ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രാവിലെയുണ്ട് ഉച്ചയ്ക്ക് ശേഷമുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എക്സാമിന് പോവാണ്. ഫുഡൊക്കെ കഴിച്ച് പോവാണ്. ഐറൂസ് ഭയങ്കര കരച്ചിൽ കേട്ടോ. അവനും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇതുമ്മ പോകുമ്പോഴാണ് മാത്രമേ ഉള്ളൂ ഇത്ര കരച്ചിൽ. ഞങ്ങളൊന്നും പോകുമ്പോൾ ഞങ്ങളങ്ങനെ മൈൻഡ് ചെയ്യാറൊന്നുമില്ല അവന്. എന്തായാലും അവൾ പോയി. ഞാൻ പിന്നെ വേഗം ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ പോന്നു കേട്ടോ. കാരണം രാവിലെ മുതലേ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഇന്ന് നീന് പോകുന്ന ഒരു ദിവസവും ആയതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയാം ഇനി അവൾ 12 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കാനൊക്കെ മടിയായിരിക്കും എന്നൊക്കെ കരുതിയിട്ട് ഞാൻ രാവിലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒപ്പം തന്നെ ലഞ്ചും അങ്ങനെ വേഗം വേഗം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. മീൻ കറിയൊക്കെ വേഗം ഒപ്പം തന്നെ സെറ്റാക്കി ചോറിലേക്ക് ഒഴിച്ച് കൂട്ടാൻ പിന്നെ പൊരിച്ചെടുക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവർ പിന്നെ ഓരോരുത്തർ വന്ന് ഫുഡ് കഴിക്കലും ഇതും വന്ന് ഫുഡ് കഴിച്ച് പോയി. എൻ്റെ ഹസ്ബൻഡ് വന്ന് ഫുഡ് കഴിച്ച് പോയി. അങ്ങനെ ഓരോരുത്തരുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നീനുവിൻ്റെ പാക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ ഈ മേശപ്പുറത്ത് വെച്ചാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എല്ലാം ഈ മേശപ്പുറത്ത് വെച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആകെ അലമ്പായി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കിച്ചൻ്റെ കാര്യം പറയും വേണ്ട. എന്തായാലും ഞാൻ ആദ്യം ടേബിളൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വേഗം സെറ്റാക്കി. പിന്നെ ഇതാ അടുക്കള ഈ ഒരു അവസ്ഥയിലായിരുന്നു. നമ്മൾ വേഗം വേഗം കുക്കിംഗ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അപ്പക്കപ്പം പാത്രം കഴുകാൻ പറ്റൂല അല്ലേ. നമ്മളിങ്ങനെ സാവധാനത്തിൽ ചെയ്യണമെങ്കിൽ ഞാൻ വേഗം അപ്പം തന്നെ ആ ഒരു പണി എടുക്കുന്ന ആ സമയത്ത് തന്നെ ഇങ്ങനെ പാത്രം കഴുകി വെക്കാറാണ് ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ അതിനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് അലമ്പായി കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഇതാ ഈ ഒരു വാഷ് ബേസിൽ അങ്ങനെ കൊണ്ടേ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒഴിച്ച് എല്ലാം ഇങ്ങോട്ട് കൊണ്ടേ വെച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ പാത്രം കഴുകിയാൽ മതിയല്ലോ. ഐറൂസ് ആണെങ്കിൽ അത് അവിടെ ഭയങ്കര കലാപരിപാടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നത്. പാത്രം വലിച്ചിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ഏതാ ഞാൻ അവിടെ നോക്കുമ്പോൾ ഒന്നായിട്ട് വലിച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് ഉണ്ടല്ലോ അവിടെ അതൊക്കെ എടുക്കാൻ നോക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം പിന്നെ അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ആക്കിയിട്ട് അതൊക്കെ അങ്ങോട്ട് തന്നെ സെറ്റാക്കി വെച്ചിട്ട് എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകി സ്റ്റൗവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉരച്ച് കഴുകി തുടച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയപ്പോഴേക്കും ഐറൂസിനെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടോ. 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അവനൊരു ഉച്ചയ്ക്ക് 3 മണി 3:30 ഉറങ്ങുക. അപ്പോൾ അവനെ ഒക്കെ പിന്നെ ഉറക്കാൻ കൊണ്ടുപോയ സമയത്ത് ഞാൻ പിന്നെ കരുതി ഇതാ വേഗം ഇവിടേക്ക് ഒന്ന് അടിച്ച് വാരി ഇടാമെന്ന് കരുതി. എന്തായാലും ഫുഡൊക്കെ കഴിച്ച പിന്നെ പാടും ഇതൊക്കെ ഐറൂസ് ഇങ്ങനെ നടന്ന് ഇങ്ങനത്തെ കഴിക്കല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും പൊതുവെ എല്ലാവരും കഴിച്ച് ഒക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നൊന്നും എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ അടിച്ച് വാരിയപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഒന്ന് തുടച്ചിടാമെന്ന്. ബാക്കിയുള്ള റൂമുകളും കാര്യങ്ങളും മുൻഭാഗമൊക്കെ രാവിലെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും പോവാത്തത്. ഇപ്പോൾ ഇനി ഇവിടെയും കൂടി ഉള്ളൂ. കാരണം നമ്മൾ പെരുമാറിയ ആ ഒരു സ്ഥലങ്ങളും കിച്ചണും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ കിച്ചണും കൂടി പിന്നെ തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. ഇനി ഐറൂസ് ഉണരുന്ന വരെ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഞാൻ നല്ല ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് റെസ്റ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.